അപ്പോൾ നമ്മൾ ഇന്ന് ചോക്ലേറ്റ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് അപ്പം ഇടിയപ്പ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെ അതിനോടൊപ്പം തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്ക്. ഞാൻ മാവ് തിളച്ച വെള്ളത്തിലാണ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിന് വേണ്ടി പച്ചവെള്ളത്തിൽ കുതിർക്കുന്നവരുണ്ട്, പക്ഷേ തിളച്ച വെള്ളം ആകുമ്പോഴത്തേക്കും കുറച്ച് സോഫ്റ്റ് ആവും. അപ്പം അരിപ്പൊടിയല്ലേ എടുക്കുന്നത്. പുട്ടുപൊടി സാധാ ഒരു കപ്പ് അരിപ്പൊടി ഇടുക, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, വിസ്ക് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുക, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യ് ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് പുട്ടിന് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ എടുക്കാം. നന്നായിട്ട് പുട്ടിന് വേണ്ടി എടുക്കുന്നത് പോലെ എടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി നമ്മൾ ആഡ് ചെയ്യുക. മുകളിൽ നമുക്ക് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ആവിയൊക്കെ വരുന്നുണ്ട്.